സൂരജ്, പ്രധാനമന്ത്രി ശ്രീവത്സത്തിൽ നിന്ന് ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം സജ്ജീകരിച്ച ഇലക്ട്രിക് വാഹനം, എനിക്ക് തോന്നുന്നു 2030 രാജ്യം അന്തരീക്ഷ മലിനീകരണമില്ലാതെ ഹരിതോർജ്ജത്തിലേക്ക് മാറുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടി നൽകുന്നതിനായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഈ ഇലക്ട്രിക് വാഹനം തന്നെ തെരഞ്ഞെടുത്തതെന്ന് തോന്നുന്നു. എന്തായാലും പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേർന്നോ ഇപ്പോൾ? ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ക്ഷേത്രത്തിനകത്തേക്ക് പ്രധാനമന്ത്രി പ്രവേശിച്ചിരിക്കുന്നു. കിഴക്കേ നടയിലൂടെ കൂടി പ്രധാനമന്ത്രി ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹത്തിനൊപ്പം അനുഗമിക്കുന്നത് ഒരാൾ മാത്രമാണ്. BJP-യുടെ ജില്ലാധ്യക്ഷൻ KK അനീഷ് കുമാർ മാത്രമാണ് ഇദ്ദേഹത്തിനെ അനുഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ആൾക്കൂട്ടമോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രിയും KK അനീഷ് കുമാറും ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അല്പം മുമ്പാണ് അദ്ദേഹം ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചത്. ആ സമയത്ത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു SPG ഉദ്യോഗസ്ഥർ മാത്രം ഉള്ള ഒരു സംവിധാനം. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ പോലും പുറകിലേക്ക് മാറി നിൽക്കുന്നു. SPG-യുടെ സുരക്ഷാ വലയത്തിന് നടുവിലൂടെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിനകത്തേക്ക് കയറി എന്നുള്ളതാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിച്ച ഏറ്റവും പുതിയ വിവരം എന്നുള്ളത്. കിഴക്കേ നടയിലൂടെ തന്നെ പ്രധാനമന്ത്രി ഗുരുവായൂരപ്പനെ വണങ്ങി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ ഈ ക്ഷേത്ര ദർശനത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെക്കേ നടയിലൂടെ, അതായത് ശ്രീവത്സത്തിൽ നിന്നിറങ്ങി ഇലക്ട്രിക് വാഹനത്തിൽ അദ്ദേഹം തെക്കേ നടയിലെത്തി. തെക്കേ നടയിലെ പകുതിയോളം ഭാഗം അദ്ദേഹം ഈ ഇലക്ട്രിക് വാഹനത്തിലാണ് എത്തിയത്. ഇലക്ട്രിക് വാഹനത്തിൽ നിന്നിറങ്ങി കിഴക്കേ നടയിലൂടെ കാൽനടയായി അദ്ദേഹം ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. ക്ഷേത്രത്തിനകത്താണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രി ഉള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ SPG-യും എല്ലാം പുറത്ത് വലിയ കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അംഗരക്ഷകരാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹം ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ ഈ ക്ഷേത്രത്തിന്റെ മുഴുവൻ കവാടങ്ങൾക്ക് മുന്നിലേക്കും അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇതിന്റെ സുരക്ഷ കയ്യിലെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പരിപൂർണ സംരക്ഷണം ഇപ്പോൾ ഈ സുരക്ഷാ വലയത്തിലേക്കായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി അല്പസമയം മുൻപാണ് അദ്ദേഹം ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചത്. എന്തായാലും ഈ കിഴക്കേ നടയിലൂടെ തന്നെ എത്തി അദ്ദേഹം ഗുരുവായൂരപ്പനെ വണങ്ങി നേരെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഇനി അതിനകത്ത് എത്തിക്കഴിഞ്ഞ് അദ്ദേഹം 15 മിനിറ്റിലധികം നേരം ഈ ക്ഷേത്ര ദർശനം നടത്തും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് തുലാഭാരം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ തുലാഭാരം നടത്തിയതിനു ശേഷം, അതായത് കഴിഞ്ഞ തവണ ഇവിടെ എത്തിയ സമയത്തും അദ്ദേഹം ഈ താമരപ്പൂക്കൾ കൊണ്ട് തുലാഭാരം നടത്തിയിരുന്നു. ഇത്തവണയും എത്തുമ്പോൾ ഈ താമരപ്പൂക്കൾ കൊണ്ട് തന്നെ തുലാഭാരം നടത്തണമെന്ന് പ്രധാനമന്ത്രി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഈ ആഗ്രഹപ്രകാരം ഇന്നലെ എത്തിച്ച താമരപ്പൂക്കളുണ്ട്. രാത്രി തന്നെ എത്തിച്ച താമരപ്പൂക്കളുണ്ട്. സുരക്ഷാ പരിശോധന എല്ലാം പൂർത്തിയാക്കി വച്ചിരിക്കുന്ന ഈ താമരപ്പൂക്കൾ കൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് ഈ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ തുലാഭാരം നടക്കും. ആ തുലാഭാരം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അദ്ദേഹം ഈ ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങുക. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പ്രധാനമന്ത്രി അതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുറത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ജീവനക്കാരും അതുപോലെ തന്നെ ഭാഗ്യ സുരേഷ് ആണെന്ന് തോന്നുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാവുന്നത് പോലെ തന്നെ ഇതിന് പുറത്ത് കുറച്ചാളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ജീവനക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഭാഗ്യ സുരേഷ് ആണ് എന്ന് നമ്മൾ കരുതുന്നു. അവരുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾ ക്ഷേത്രത്തിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി ക്ഷേത്രത്തിനകത്തേക്ക് കയറിയതിനു ശേഷമാണ് ഇവരെ അടക്കം ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ ക്ഷേത്ര പരിസരത്തേക്ക് പോലും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പഴുതടച്ച ഒരു സുരക്ഷയിലൂടെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ കിഴക്കേ നടയിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയിരിക്കുന്നത്. ആ സമയത്ത് പോലീസിന്റെ സാന്നിധ്യം പോലും ക്ഷേത്രത്തിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം. SPG ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുന്നു. പൊടുന്നനെ അദ്ദേഹം ഇലക്ട്രിക് വാഹനത്തിൽ വന്നിറങ്ങി അദ്ദേഹം കാൽനടയായി നടന്ന ക്ഷേത്രത്തിനകത്തേക്ക്, അതായത് ഗുരുവായൂരപ്പനെ വണങ്ങിയതിനു ശേഷം അദ്ദേഹം ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു കയറിയ ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ക്ഷേത്രത്തിനകത്താണുള്ളത്. അവിടെ ക്ഷേത്രത്തിൽ ചടങ്ങുകളുണ്ട്. അദ്ദേഹം ആ ചടങ്ങുകൾ പൂർത്തിയാക്കി 15 മിനിറ്റിലധികം നേരം ഈ ക്ഷേത്രത്തിനകത്ത് ക്ഷേത്ര സന്ദർശനമുണ്ട്. ആ സന്ദർശനത്തിന് ശേഷം തുലാഭാരത്തോടു കൂടി അദ്ദേഹം ഇനി പുറത്തേക്ക് ഇറങ്ങും. അത് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷമായിരിക്കും പിന്നീട് അദ്ദേഹം ശ്രീവത്സത്തിൽ വീണ്ടും എത്തിയതിനു ശേഷമായിരിക്കും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുക. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. എന്തായാലും ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം താമര കൊണ്ടുള്ള തുലാഭാരവും നടക്കും. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.